ഹലോ മക്കളെ, അപ്പം നമ്മൾ ഇന്നാണ് ഫിസിക്സിൻ്റെ പരീക്ഷ. നിങ്ങൾ മിസ്സിട്ട് പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ്. ചിലപ്പോൾ ഇതിനോടകം പല കുട്ടികളും സ്കൂളിൽ എത്തിയിട്ടുണ്ടാവണം, അഥവാ അവർക്ക് ഈ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനി വരുന്ന എക്സാംസ്, അതായത് ബോർഡ് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ഏതൊക്കെയാണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാ ലോസും കൂടെ ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേഗം റിവൈസ് ചെയ്ത് പോകാനായിട്ട് എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് ടെക്സ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, ഈ 4 ചാപ്റ്റേഴ്സിലാണ് കേട്ടോ. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. സോളിഡ്സിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ് ഹൂക്സ് ലോ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതെ സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. എന്താണിത്? ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് within elastic limit stress is directly proportional to strain. അതായത് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് എഴുതുക. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റിന് ഒരു പേരുണ്ട്. എന്താണത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ് പറയുക. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഇൻ സോളിഡ്സ്. ഏതാ? ഫണ്ടമെൻ്റൽ ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി. രണ്ടാമത്തെ ലോ ഏതാണ്? ഫ്ലൂയിഡ്സിലെ ലോയാണ്. അപ്പം ആ സോളിഡ്സിൽ ആ ഒരു ലോ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അത് പക്ഷെ അധിക പ്രാവശ്യവും ചോദിക്കാറുള്ളതാണ്. അതെ, പാസ്കൽസ് ലോ. ഫ്ലൂയിഡ്സിൽ വരുന്നത് പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ എന്താണ്? ഒരു സ്റ്റേഷനറി ഫ്ലൂയിഡിൽ നമ്മൾ എവിടെയെങ്കിലും കൊടുക്കുന്ന ഒരു പ്രഷർ അത് ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് എല്ലായിടത്തേക്കും എത്തും. ഒരു കുറവ് പോലും ഇല്ലാതെ ഒരു സ്ഥലത്ത് കൊടുക്കുന്ന പ്രഷർ എല്ലായിടത്തേക്കും ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ഇസ് സെയിം ഇൻ എവറി ഡയറക്ഷൻ. That means the pressure exerted on a confined fluid is transmitted equally in all directions. Confined എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി ആയിട്ടുള്ള ഫ്ലൂയിഡിലാണ് ഈ പാസ്കൽസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? പ്രഷർ അപ്ലൈഡ് ഓൺ എ കൺഫൈൻഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഓൺ എ സ്റ്റേഷനറി ഫ്ലൂയിഡ് ഇസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. അതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. പാസ്കൽസ് ലോൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡക്സ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ഇതങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഫ്ലൂയിഡ്സിൽ വരുന്നതായതുകൊണ്ട് അതൊരു പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തതാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ ബോഡി ഈസ് പാർഷ്യലി ഓർ ഹോളി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ അപ്വേർഡ് ത്രസ്റ്റ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അതായത് ഒരു ബോഡി ഒരു വെള്ളത്തിൽ പാർഷ്യലി അല്ലെങ്കിൽ പകുതിയോ അല്ലെങ്കിൽ മൊത്തമായിട്ടോ മുങ്ങിക്കിടക്കുമ്പോൾ ആ ബോഡിയിലേക്ക് ആ വെള്ളം ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ആ ഫോഴ്സിന് ഒരു പേര് പറയും. എന്താണത്? ബോയന്റ് ഫോഴ്സ് എന്നാണ് പറയുക. ബോയന്റ് ഫോഴ്സ് അല്ലേ? ബോയന്റ് ഫോഴ്സ് എന്നാണ് പറയുക. ഇവിടെ അതിനെ അപ്വേർഡ് ത്രസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ അപ്വേർഡ് ത്രസ്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒരു ബോഡി വെള്ളത്തിലേക്ക് വീഴുമ്പോൾ കുറച്ച് വെള്ളം അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവും അല്ലേ? ആ ഡിസ്പ്ലേസ്ഡ് ആയ ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് ഇക്വലൻ്റ് ആയിരിക്കും ഈ ബോഡിയിലേക്ക് കൊടുക്കുന്ന ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ്? ഒരു ബോഡി ഒരു വെള്ളത്തിൽ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്യുമ്പോൾ ആ ബോഡി അതിനകത്ത് ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്ലൂയിഡ് അവിടെ ഡിസ്പ്ലേസ്ഡ് ആവും. ആ ഡിസ്പ്ലേസ്ഡ് ആയ ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് ഇക്വലൻ്റ് ആയിരിക്കും ആ ബോഡിയിലേക്ക് ആ വെള്ളം കൊടുക്കുന്ന ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത്ര വരെ എഴുതിയാൽ മതി. ആൻഡ് ഇറ്റ്സ് അപ്വേർഡ് ത്രസ്റ്റ് ആക്ട്സ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഫ്ലൂയിഡ്സിൻ്റെ ആദ്യത്തെ ഒരു 2 എന്താണ് ലോ. അടുത്തത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി റിലേറ്റ് ചെയ്താണ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്സ് ലോ വരുന്നത്. എന്താണത്? ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the viscous force acting on a spherical body is directly proportional to the coefficient of viscosity. അല്ലേ? ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ കിടക്കുമ്പോൾ ആ ബോഡിയിലേക്ക് വരുന്ന വിസ്കസ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിക്ക് പ്രൊപ്പോർഷണലായിരിക്കും. പിന്നെന്താണ്? റേഡിയസ് ഓഫ് ദ സ്ഫിയറിന് പ്രൊപ്പോർഷണലായിരിക്കും. പിന്നെന്താണ്? VT, വെലോസിറ്റി വിത്ത് വിച്ച് ദ ഫ്ലൂയിഡ് ഇസ് ദ സ്ഫിയർ ഇസ് കമ്മിങ് ത്രൂ ദ ഫ്ലൂയിഡ്, അതിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ ഒരു സ്ഫിയറിക്കൽ ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ വരുമ്പോൾ അതിൻ്റെ റേഡിയസ് R ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ് എന്തിനൊക്കെ പ്രൊപ്പോർഷണലായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിക്ക് പ്രൊപ്പോർഷണലായിരിക്കും. ദെൻ ആറിന് പ്രൊപ്പോർഷണലായിരിക്കും അല്ലേ?
ആൻഡ് ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ദ സ്ഫിയറിന് പ്രൊപ്പോർഷനിലായിരിക്കും. ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി വെലോസിറ്റി എന്ന് പറയാം. ഈ ഫ്ലൂയിഡ് താഴേക്ക് ഈ സ്ഫിയർ താഴേക്ക് വരുമ്പോഴുണ്ടാവുന്ന വെലോസിറ്റി അല്ലേ. ആ വെലോസിറ്റി കുറച്ച് കഴിയുമ്പോൾ കോൺസ്റ്റൻ്റ് ആവും. അതിനെയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷനൊക്കെ നമ്മൾ ഫ്ലൂയിഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. എന്താണ് ആ കോൺസ്റ്റൻറ്റ്? കെ ആണ്. ഈ കെക്ക് കൊടുക്കുന്ന വാല്യൂ 6π ആണ്. അപ്പോൾ എന്താണ് വിസ്കസ് ഫോഴ്സ്? ഈസ് ഈക്വൽ ടു 6π എഫ് വി. വിസ്കസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 6π ഈറ്റ ആർ വി ടി. പഠിച്ചോ? 6π ഈറ്റ ആർ വി ടി. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ സ്റ്റോക്സ് ലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പം 6π ഈറ്റ ആർ വി ടി അതാണ് സ്റ്റോക്സ് ലോ. വിസ്കസ് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? ഫ്ലൂയിഡ്സിൽ അടുത്ത വരുന്നതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ്? When an incompressible fluid is flowing through an irregular tube, the product of its velocity and area of cross section is equal to a constant. എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ ഏരിയ കൂടുമ്പോൾ അതിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. അതാണ്, അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് എ കോൺസ്റ്റൻറ്റ്. നമ്മളിപ്പോൾ ഒരു ഓസ് എടുത്തിട്ട് വെള്ളം നനയ്ക്കുവാണെങ്കിലേ, നമ്മൾ വെള്ളം നല്ലോണം ഫോഴ്സിന് വരാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഓസിൻ്റെ എൻഡിൽ ഇങ്ങനെ ഫിംഗർ വെക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഫിംഗർ വെക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടുത്തെ ഏരിയ കുറയ്ക്കുക. ഏരിയ കുറയ്ക്കുമ്പോൾ അതിൽ കൂടെ വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. അതാണ്, അപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് എ കോൺസ്റ്റൻ്റ് ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിന് വരാറുണ്ട്. അപ്പം എ ഇൻറ്റു വി, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് എ കോൺസ്റ്റൻ്റ്, അല്ലെങ്കിൽ A1 V1 ഇസ് ഈക്വൽ ടു A2 V2 എന്നും പറയാറുണ്ട് കേട്ടോ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് അടുത്തത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ബെർണോളിസ് പ്രിൻസിപ്പിൾ. This principle states that the sum of pressure energy per unit mass, kinetic energy per unit mass and potential energy per unit mass is always constant for an ideal fluid having streamline flow. Ideal fluidന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സ്ട്രീംലൈൻ ഫ്ലോ ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കണം അല്ലേ. ഓരോ വാട്ടർ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിയും സെയിം ആയിരിക്കണം. ഇൻകംപ്രസിബിൾ ആയിരിക്കണം, പെട്ടെന്ന് അതിൻ്റെ ഡെൻസിറ്റി ഒന്നും മാറാൻ പാടില്ല, എപ്പോഴും ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോകണം. അതാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ എന്തൊക്കെയാണ്? ഇതെല്ലാത്തിനും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? മെക്കാനിക്കൽ എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് എനർജി പവറിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെയും ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് എന്ന് പഠിച്ചു. അവിടെ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടെ മെക്കാനിക്കൽ എനർജി തന്നെയാണ്, പക്ഷെ അത് ഫ്ലൂയിഡിൻ്റെ കേസ് ആയതുകൊണ്ട് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടത്തിൽ നമ്മൾ പ്രഷർ എനർജിയും കൂടെ പറയണം. അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ഇസ് എ കോൺസ്റ്റന്റ്. ചിലപ്പോൾ ഇത് പെർ യൂണിറ്റ് വോളിയം വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ വോളിയം വെച്ച് പഠിക്കുമ്പോൾ ഈ തരുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അപ്പം പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസം നമ്മൾ P/ρ എന്ന് പറയും. റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസം നമ്മൾ V²/2 എന്നാണ് പറയുക. കാരണം ഹാഫ് എം വി സ്ക്വയറിൽ നിന്നും മാസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എം കട്ടായി പോകുമല്ലോ. ദെൻ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആണ്. അപ്പോൾ അവിടുത്തെയും എം പോയി കഴിഞ്ഞാൽ GH ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം അല്ലേ. പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അത് തീർച്ചയായിട്ടും പഠിക്കുക കേട്ടോ. അതിപ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിലും ഇനിയുള്ള 2 പരീക്ഷയ്ക്കും ചോദിക്കാം. അടുത്തത് ടോറിസെല്ലീസ് തിയറം. നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ടോറിസെല്ലീസ് തിയറം. എന്താണ് ടോറിസെല്ലീസ് തിയറം? നമുക്ക് ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ, ഈ ടാങ്കിൻ്റെ എൻഡിൽ ഒരു ഹോൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഹൈറ്റിൽ നിന്നും, അതായത് ഈ വാട്ടർ ലെവലിൽ നിന്നും നമ്മളൊരു ബോഡി താഴേക്ക് വരുമ്പോൾ എത്ര വെലോസിറ്റിയിലാണോ ഈ ബോഡി താഴേക്ക് വരുന്നത്, അതേ വെലോസിറ്റിയിൽ തന്നെ ആയിരിക്കും ഈ താഴെയുള്ള ഓപ്പണിങ്ങിലൂടെ ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഒരു റിസർവോയറിൽ ആ വാട്ടർ ലെവലിൻ്റെ ഹൈറ്റിൽ നിന്നൊരു ബോഡി താഴേക്ക് വരുന്ന അതേ വെലോസിറ്റി, അതായത് ഒരു ഫ്രീലി ഫോളിങ് ബോഡിയുടെ വെലോസിറ്റിയിൽ തന്നെ ആയിരിക്കും ആ ടാങ്കിൻ്റെ അടിയിലുള്ള ഒരു ചെറിയ ഹോളിൽ കൂടെയും വാട്ടർ പുറത്തേക്ക് വരുന്ന വെലോസിറ്റി. അതാണ് ടോറിസെല്ലീസ് തിയറം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ഓപ്പൺ ടാങ്കിൻ്റെ കേസിലാണ് ഇത് കൂടുതലായിട്ട് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ടോറിസെല്ലീസ് തിയറം ഒന്ന് സ്റ്റേറ്റ് ചെയ്തേ. ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്പീഡ് ഓഫ്
The speed at which a fluid leaves the orifices at the bottom of a reservoir is the same as if an object is falling freely through the same height. Orifice എന്ന് പറയുന്നത് എന്താണ്? Orifice എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഓപ്പണിങ്ങിനെയാണ് orifice എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ടോറിസെല്ലിസ് തിയറം. പഠിച്ചോ? അതായത് v is equal to freely falling ബോഡിയുടെ വെലോസിറ്റി എന്താണ്? √2gh. അത് തന്നെയായിരിക്കും ഒരു റിസർവോയറിൻ്റെ എൻഡിലൂടെ ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്ന വെലോസിറ്റി. ഓക്കെ, അടുത്തത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. പക്ഷേ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് അതിനകത്ത് ആകെ ഒരു ലോ ഉള്ളത്. അതിൻ്റെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പം നമുക്ക് അതിന് ശേഷം തെർമോഡൈനാമിക്സിൻ്റെ കൂടെ പഠിച്ചിട്ട് അത് പറയാം. തെർമോഡൈനാമിക്സിൽ വരുന്നത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇവിടെ ഒരു ഇ കൂടി പോയിട്ടുണ്ട്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്ക് 3 സിസ്റ്റം ഉണ്ട്. ഓക്കെ, 3 സിസ്റ്റം എന്താണ്? സിസ്റ്റം സറൗണ്ടിങ്സ് എന്താണ്? ഒരു സിസ്റ്റം, ഒരു ബോഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സിസ്റ്റത്തിനകത്ത് എയും ബിയും 2 സിസ്റ്റം. എയുടെയും ബിയുടെ ഇടയിൽ അഡേബാറ്റിക് വോളാണ്. അഡേബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയിൽ നിന്നും ബിയിലേക്കോ ബിയിൽ നിന്ന് എയിലേക്കോ ഹീറ്റ് കടക്കത്തില്ല. അതിനെയാണ് അഡേബാറ്റിക് വോൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ മൂന്നാമത്തെ ഒരു സിസ്റ്റം ഉണ്ട് സി. അപ്പോൾ എയിൽ നിന്നും സിയിലേക്ക് ഹീറ്റ് കടക്കാം, തിരിച്ച് ഇങ്ങോട്ടും കടക്കാം. അതുപോലെ തന്നെ ബിയിൽ നിന്നും സിയിലേക്കും സിയിൽ നിന്നും ബിയിലേക്കും ഹീറ്റ് കടക്കും. പക്ഷേ എയും ബിയുടെ ഇടയിൽ ഹീറ്റ് കടക്കത്തില്ല. അപ്പം നമ്മൾ മാത്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സംഭവമാണ് എ ഈക്വൽസ് സി ആണ്, ബി ഈക്വൽസ് സി ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽസ് ബി ആയിരിക്കത്തില്ലേ? ഇത് തന്നെയാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ബിയും എന്താ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? 2 പേരും ഒരേ ടെമ്പറേച്ചറിലാണുള്ളത്. അപ്പോൾ എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈവൻ ഇഫ് ദർ ഈസ് ആൻ അഡേബാറ്റിക് വോൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഓൾസോ വിൽ ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, അതാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ എന്താ ലോ എന്ന് നോക്കിക്കോളൂ. This law states that the 2 systems A and B are separately in thermal equilibrium with a third system C. Then the systems A and B are also in thermal equilibrium. അതാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് കേട്ടോ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇതിനെ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഗ്യാസ് സിസ്റ്റത്തിൽ ഹീറ്റ് കൊടുക്കുക. ഹീറ്റ് കൊടുക്കുമ്പോൾ Q എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഹീറ്റ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്? ഒന്ന്, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ, അതാണ് ഡെൽറ്റ യു. ഡെൽറ്റ മീൻസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. പ്ലസ് രണ്ടാമത് എന്താണ്? വർക്ക് ചെയ്യാനായിട്ട്. അപ്പം ടു ഡു സം വർക്ക്. അപ്പം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് യൂസ്ഡ് ഇൻ 2 ways: to change the internal energy and to do some work. അതാണ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഈ ഡെൽറ്റ ഡബ്ല്യുവിന് പകരം നമുക്ക് പ്രഷർ ഇൻറ്റു വോളിയം, അതായത് പി ഇൻറ്റു ഡെൽറ്റ വി, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആണ് വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഇനി മിസ് പറഞ്ഞല്ലോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ T എന്ന് കൊടുക്കുകയാണ്. ഈ സിസ്റ്റത്തിൻ്റെ ചുറ്റിനുമുള്ള സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ T0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ കൂളിംഗ് നടക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതെന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ് ആണ്. അപ്പം നമുക്കിവിടെ dq ഇസ് പ്രൊപ്പോർഷണൽ ടു T മൈനസ് T0. ഇവിടെ നമുക്കൊരു മൈനസ് സൈൻ കൊടുക്കാം. ഈ നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദാറ്റ് ദ ടെമ്പറേച്ചർ ഇസ് ഡിക്രീസിങ് എന്ന് കാണിക്കുകയാണ്. അപ്പം നല്ല ചൂടുള്ളൊരു ചായ നല്ലൊരു തണുപ്പ് കാലത്താണ് നമ്മൾ കൊണ്ടുവെക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് തണുക്കും. കാരണം എന്താണ്? സിസ്റ്റം നല്ല ചൂടിൽ നിൽക്കുകയാണ്, സറൗണ്ടിങ്സ് ഭയങ്കര തണുപ്പില്ല. അപ്പോൾ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലല്ലേ? അപ്പോൾ എന്താണ്? കൂളിംഗ് റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് അത് തണുക്കുക ചെയ്യും. പക്ഷേ ചൂടുള്ള കാലത്താണെങ്കിലോ ഈ ചായയും ചൂടാണ്, സറൗണ്ടിങ്സും ചൂടാണ്, അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കൂളിംഗ് റേറ്റ് വളരെ സ്ലോ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് സ്റ്റേറ്റ്സ് ദാറ്റ് the rate of cooling is directly proportional to the difference in temperature between the system and surroundings. Okay, അപ്പോൾ സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, ഈ 4 ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ആണ് ഇപ്പം മിസ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചേക്കുക കേട്ടോ.